നായികയായി തുടങ്ങിയിട്ടും മലയാള സിനിമ പിന്നീട് അത്തരം കഥാപാത്രങ്ങളെ ഒന്നും അധികം നൽകി ഈ നടിയെ അനുഗ്രഹിച്ചിട്ടില്ല. നായികാ വേഷങ്ങൾ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കാതെ ഈ അഭിനേത്രി കിട്ടിയ വേഷങ്ങളെല്ലാം സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ചു. മലയാളം വിട്ട് മറ്റു ഭാഷാ സിനിമകളിലേക്ക് ചേക്കേറുന്നതോടെയാണ് സുവർണയുടേത് ഭാഗ്യജാതകമായി മാറുന്നത്. സമൂഹം എന്ന് പറയുന്ന പടത്തിൽ, സത്യൻ അന്തിക്കാട് സാറിൻ്റെ പടത്തിൽ സുരേഷ് എൻ്റെ സിസ്റ്ററായിട്ടൊരു റോള് എന്നെ വിളിക്കുന്നത്. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനാണ്. ഞാൻ ഓൾറെഡി ഹീറോയിനായിട്ട് ചെയ്തു, ഇത് സിസ്റ്റർ റോളാണ്. അപ്പം ഞാൻ സിബി സാറിനെ വിളിച്ച് ചോദിച്ചു, സാർ ഇങ്ങനൊരു പടം വന്നിട്ടുണ്ട്, അത് സിസ്റ്റർ റോളാണ് പറയുന്നത്, എന്തോ ചെയ്യണമെന്ന് ചോദിച്ചപ്പം സിബി സാർ പറഞ്ഞു, നല്ലൊരു ഡയറക്ടർ പടത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം, അല്ലാതെ എന്ത് റോളാണെന്നുള്ളതല്ല. അപ്പോൾ പല പടങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ റെക്കഗ്നൈസ് ആകുക എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ആ പടം അഭിനയിച്ചു. സമൂഹം വലിയൊരു ഹിറ്റായൊരു പടമല്ല, വളരെ അറ്റ്ലീസ്റ്റ് 100 days പടമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സുദിനം ചെയ്തു, നിസാർ സാറിൻ്റെ പടം, ജയറാമേട്ടനും മാധവി ചേച്ചിയും അഭിനയിച്ചു. പക്ഷേ അതിൽ എനിക്കൊരു ഈക്വലി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായിരുന്നു. കുറേയൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പടമാണ് സുദിനം. അങ്ങനെ കുറച്ച് പടങ്ങൾ മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നി, ഞാൻ അങ്ങനെ മലയാളത്തിൽ വല്ലപ്പോഴും ഒരു പടം കിട്ടും, ഒരു 3 months കൂടുമ്പോൾ ഒരു പടം. ആ പടത്തിൽ ഞാൻ മെയിൻ റോളല്ല, പക്ഷേ ഈക്വലി ഇമ്പോർട്ടൻറ്റ് റോള് കിട്ടുന്നുണ്ട് എനിക്ക്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് തമിഴിലോ അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജിലോ അഭിനയിച്ചുകൂടാ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നത്. അപ്പോൾ അങ്ങനെ മറ്റ് ലാംഗ്വേജ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിൽ പാല എന്ന് പറയുന്നൊരു സ്ഥലത്തിരുന്നുകൊണ്ട് ഒരിക്കലും മറ്റ് ലാംഗ്വേജിൽ എനിക്ക് ഫിലിം കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഹബ്ബ് എന്ന് പറയുന്നത് ചെന്നൈയാണ്. അപ്പം ചെന്നൈയിലോട്ട് മൂവ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്ന് ഞാൻ മദ്രാസിലോട്ട് മൂവ് ചെയ്തു. മദ്രാസിൽ മൂവ് ചെയ്തിട്ട് കലാമാസ്റ്ററിൻ്റെ ഡാൻസ് ക്ലാസ്സിൽ, അപ്പോൾ എനിക്ക് ഡാൻസിൻ്റെ ഒരു പ്രയർ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത വ്യക്തി ആയതുകൊണ്ട് ഞാൻ കലാമാസ്റ്ററിൻ്റെ ഡാൻസ് ക്ലാസ്സിൽ സ്റ്റുഡൻ്റായിട്ട് ചേർന്നു. തമിഴ്നാട്ടിൽ ആ സമയത്ത് ഒരു പുതിയ ഹീറോയിൻസിനെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് എല്ലാം കലാമാസ്റ്ററിൻ്റെ ഡാൻസ് ക്ലാസ്സിൽ വരും. ഒരു ഡാൻസ് ചെയ്യുന്ന പിള്ളേരെ നോക്കിയിട്ട് അതിനകത്ത് ബെറ്റർ ആയിട്ടുള്ള കുട്ടികളെ വിളിച്ചിട്ട് അവരെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു ആ സമയത്ത് ഇൻഡസ്ട്രിയിലോട്ട് ഹീറോയിൻസിനെ എടുത്തിരുന്നത്. അപ്പോൾ അവിടെ ഒരു ഡയറക്ടർ കസ്തൂരാജ സർ, ധനുഷിൻ്റെ ഫാദറാണ്. പുള്ളി ഒരു പടത്തിന് വേണ്ടിയിട്ട് ഹീറോയിനെ അന്വേഷിച്ച് അവിടെ വരികയും, അപ്പോൾ അന്ന് ഞാൻ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പം കലാമാസ്റ്റർ അടുത്ത് ചോദിച്ചു, കുട്ടി നന്നായിട്ട് ഡാൻസ് ഒക്കെ ചെയ്യും. കലാമാസ്റ്റർ പറഞ്ഞ് ചെയ്യും. അങ്ങനെ എന്നെ സ്ക്രീൻ ടെസ്റ്റിന് വിളിച്ചു ഈ പടത്തിന്. ആ പടത്തിൽ സ്ക്രീൻ ടെസ്റ്റിന് വിളിച്ച് എന്നെ സെലക്ട് ചെയ്തു. ഒരു ഗ്രാമത്തിൻ്റെ കംപ്ലീറ്റ്ലി ഒരു ഗ്രാമത്തിൻ്റെ കഥയാണ്. കസ്തൂരാജ സർ എല്ലാം എടുക്കുന്ന പടങ്ങളെല്ലാം ഗ്രാമത്തിൻ്റെ കഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള കോസ്റ്റ്യൂംസും അങ്ങനെയുള്ള മേക്കപ്പും ഒക്കെ ഇട്ട് സ്ക്രീൻ ടെസ്റ്റ് എടുത്തു. അതിനകത്ത് ഞാൻ സെലക്റ്റായി. അപ്പോൾ ആ പടം ഞാൻ ഹീറോയിനായിട്ട് തമിഴിൽ ശരവണൻ എന്ന് പറയുന്ന ഒരു ഹീറോയുടെ കൂടെ എൻ്റെ ആദ്യത്തെ പടം ഞാൻ അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ടും പിന്നെ മലയാളത്തിൽ നിന്ന് മറ്റ് പടങ്ങൾ വന്നുകൊണ്ടിരുന്നു. ആഘോഷം ചെയ്തു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാദരം, സുരേഷ് ചേട്ടൻ്റെയും ജോസ് തോമസ് ചേട്ടൻ ഡയറക്ടറായ പടമാണ് സാദരം, അത് ചെയ്തു. അങ്ങനെ ഇടയ്ക്ക് നാട്ടിൽ മദ്രാസിൽ നിന്ന് വന്ന് അഭിനയിക്കും. അതുപോലെ തമിഴ് പടങ്ങളും 1-2 പടങ്ങൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് വൺ ആഫ്റ്റർ അനദർ കിട്ടാൻ തുടങ്ങി. പിന്നെ ഞാൻ തെലുഗുവിൽ ഒരു പടം ചെയ്തു, ഡി രാമനായിഡു സാറിൻ്റെ ഒരു പടം, നായിഡുകാര കുടുംബം എന്ന് പറഞ്ഞിട്ട് സുമനായിരുന്നു ഹീറോ. ആ പടം ചെയ്തു. പിന്നെ അങ്ങനെ തെലുഗുവിൽ 3-4 പടം ചെയ്തു. പിന്നെ കന്നഡത്തിൽ വിഷ്ണുവർദ്ധൻ സാർ ഹീറോ ആയ ഒരു പടമുണ്ട്, കില്ലാടികളും എന്ന് പറഞ്ഞിട്ട്, ദ്വാരകേഷ് ഡയറക്ഷനിൽ. ആ പടത്തിൽ ഞാൻ ഹീറോയിനായിട്ട് കന്നഡത്തിലെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനായി. അപ്പോൾ കന്നഡത്തിൽ ഞാൻ അഭിനയിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പടം ഭയങ്കര ഹിറ്റായിരുന്നു. ഫസ്റ്റ് ഫിലിം ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ ഒരുപാട് പടങ്ങൾ എനിക്ക് കന്നഡത്തിൽ നിന്ന് വന്നു. ഏതാണ്ട് ഒരു 22 പടം ഹീറോയിനായിട്ട് കന്നഡത്തിൽ അഭിനയിച്ചു. അങ്ങനെ നാച്ചുറലി അതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വൺസ് ഇൻ 3 years ഉള്ളായിരുന്നു ഒരു പടം ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു. കാരണം മറ്റ് ലാംഗ്വേജിൽ കുറച്ച് ബിസി ആയിരുന്നു. കന്നഡത്തിലും ചെയ്തു, തെലുഗുവിലും ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2000 സമയത്ത് ഞാൻ ഒരു ഹിന്ദി ഫിലിമിൽ അഭിനയിച്ചു. മിഥുൻ ചക്രവർത്തിയുടെ നായികയായിട്ട് ഒരു ഹിന്ദി ഫിലിം ചെയ്തു, 2 നമ്പർ എന്ന് പറഞ്ഞിട്ട്. ആ പടം കഴിഞ്ഞപ്പം ഇതിൻ്റെ കൂടെ തന്നെ വേറെ ഒരു 3-4 പടം കൂടെ ചെയ്തു, ഞാൻ ഹിന്ദിയിൽ തന്നെ ചെയ്തു.